ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം. നിങ്ങളെ ഏവരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് തൻ്റെ വചനത്തിലൂടെ ഇന്ന് നമ്മളോട് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ കാതിനെയും നമ്മുടെ ഹൃദയത്തെയും നമുക്കൊരുക്കാം, നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്കൊരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിൻ്റെ നല്ല മണിക്കൂറുകൾക്കായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് അങ്ങയുടെ വചനം കേൾക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് അവസരം നൽകിയതോർത്ത് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുകയാണ്. ഇന്ന് വചനം സംസാരിക്കുന്ന അടിയനെയും വചനം കേൾക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ആലോചന തന്ന് ഞങ്ങളെ സഹായിക്കണമേ. അത് ഏറ്റെടുക്കുവാനും അതും പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയുടെ ആദ്യോടന്തം അങ്ങയുടെ നടത്തിപ്പ് കൂടെ ഇരുന്ന് സകലതും ഉചിതമാക്കി അങ്ങയ്ക്ക് മഹത്വം കരയറ്റാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ഒരുങ്ങാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം മാനസാന്തരം എന്ന വിഷയമാണ്. കൺവേർഷൻ, മാനസാന്തരം എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എന്താണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം? മാനസാന്തരം, കൺവേർഷൻ. അങ്ങനെ മാനസാന്തരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബൈബിൾ പ്രതിപാദിക്കുന്ന മാനസാന്തരം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് ബൈബിൾ കൺവേർഷൻ? ബൈബിൾ പറയുന്ന, വേദപുസ്തകം പറയുന്ന മാനസാന്തരം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന് രണ്ട് വേദഭാഗം നമുക്ക് ചിന്തിച്ച് നോക്കാം. റോമർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം എന്ത് പറയുന്നു? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ മാനസാന്തരം, വേദപുസ്തകം മാനസാന്തരത്തെ എങ്ങനെ പറയുന്നു? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയാണ്? വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് മാൻ? എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. തുടർന്ന് നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ അതിൻ്റെ തന്നെ 3-ാമത്തെ അധ്യായം, റോമർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നോക്കിക്കേ, മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ആരും നന്മ ചെയ്യുന്നില്ല. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. പ്രിയമുള്ളവരെ, റോമർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം എന്ത് പറയുന്നു? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമർ 6:23 എന്താ അങ്ങനെ വായിച്ചത്? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നോക്കണം, എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. 5-ാമത്തെ അധ്യായം, റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം അതെന്താ പറയുന്നത് നോക്കാം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പോൾ പാപത്തിൻ്റെ പരിണിത ഫലമായി മരണം ലോകത്തിൽ വന്നു. മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? നീതിമാനല്ല, എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു, മരണത്തിന് വിധേയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മരണം മാത്രമാണ് മനുഷ്യൻ അർഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊരു പക്ഷേ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാകും. നമ്മൾ മോക്ഷം കിട്ടുവാൻ, അല്ലെങ്കിൽ നന്മ പ്രാപിക്കുവാൻ, നിത്യത പ്രാപിക്കുവാൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വിചാരിക്കുന്നത് പ്രവൃത്തി കൊണ്ട് നമുക്കത് നേടാം, പ്രവൃത്തി കൊണ്ട് നമുക്ക് രക്ഷ നേടാം, നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ട്, പ്രവൃത്തിയുടെ പരിണിത ഫലമായി നമുക്കൊരു പക്ഷേ സ്വർഗത്തിൽ പോകാൻ കഴിയും എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഒരു പക്ഷേ നമ്മളെ തന്നെ, ശരീരത്തെ തന്നെ പീഡിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ വേദപുസ്തകം പറയുന്നത്, യെശയ്യാപ്രവചനം 64-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ പിരണ്ട തുണി പോലെ എന്നാണ്. അപ്പോൾ നമ്മൾ എന്തുമാത്രം നന്മ ചെയ്താലും, എന്തുമാത്രം നീതി പ്രവൃത്തികൾ ചെയ്താലും അതൊക്കെ എങ്ങനെയാണ്? കറ പിരണ്ട തുണി പോലെയാണ്. കാരണം എന്താണ്? നമ്മൾ പാപത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. ആ പാപത്തെ മാറ്റുവാൻ നമ്മളുടെ നന്മ പ്രവൃത്തികൾ കൊണ്ട് കഴിയുന്നതല്ല, നമുക്ക് നമ്മുടെ
പാപത്തിൽ വീണ് കിടക്കുന്നതായ അവസ്ഥയെ മാറ്റാൻ കഴിയുന്നതല്ല എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മളോട് ഉപദേശിക്കുകയാണ്. യെരമ്യാ പ്രവചനം 13-ാം അധ്യായം 23-ാം വാക്യം നമ്മൾ പരിശോധിച്ചാൽ അവിടെ പറയുന്നത് എന്താണ്? കൂശിന് തൻ്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? എന്താണ് ചോദ്യം? കൂശിന് തൻ്റെ ത്വക്ക് മാറ്റാൻ കഴിയുമോ? ആ ത്വക്ക് ഏത് അവസ്ഥയിലാണോ ലഭിച്ചിരിക്കുന്നത് അതേ അവസ്ഥയിൽ തുടരും, അതിന് മാറ്റാൻ കഴിയത്തില്ല. പുള്ളിപ്പുലിക്ക് പുള്ളി മാറ്റാൻ കഴിയുമോ എന്നാണ് ചോദ്യം. പക്ഷേ ആ ചോദ്യം അവസാനിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും. എങ്ങനെ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സാധ്യമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ പാപത്തിൻ്റെ അവസ്ഥയെ മാറ്റാൻ കഴിയും. പക്ഷെ അത് എങ്ങനെ സാധ്യമാണ് എന്ന് വേദപുസ്തകം നമ്മളോടിപ്പോൾ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതെങ്ങനെ സാധ്യമാണ് എന്നത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പാപത്തെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നിർവചിക്കുന്നത്? എന്താണ് പാപത്തിൻ്റെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഹൗ സിൻ ഈസ് ഡിഫൈൻഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ബൈബിൾ. അപ്പോൾ വേദപുസ്തകത്തിൽ എങ്ങനെയാണ് പാപത്തെ നിർവചിക്കുന്നത്? റോമർക്കെഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നത്, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. നിങ്ങളൊരു പക്ഷേ ഇപ്പോൾ ചിന്തിച്ചേക്കാം, പാപം എങ്ങനെയാണ് നിർവചിക്കുന്നതെന്ന് പറയുകയും നമ്മൾ വായിച്ചത് ന്യായപ്രമാണത്തെക്കുറിച്ചുമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആശങ്ക ഉണ്ടായേക്കാം. നമുക്ക് അടുത്ത വാക്യത്തിലൂടെ അതിൻ്റെ ഉത്തരം കണ്ടെത്താം. 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം പറയുന്നത്, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഇംഗ്ലീഷിൽ നോക്കിയാൽ എന്താ പറയുന്നത്? കൽപ്പനാ ലംഘനമാണ് പാപം എന്ന് കാണുകയാണ്. ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ ഈസ് കോൾഡ് സിൻ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൽപ്പന ലംഘിക്കുന്നതാണ് പാപം. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് കൽപ്പന എങ്ങനെയുള്ളതാണ്. കൽപ്പനയെക്കുറിച്ച് എന്താ പറയുന്നത്? ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. ആ നല്ല പ്രമാണത്തെ, ആ വിശുദ്ധമായ പ്രമാണത്തെ, ന്യായമായ പ്രമാണത്തെ നമ്മൾ ലംഘിക്കുമ്പോൾ നമ്മൾ എന്തായി മാറുന്നു? നല്ലതിൽ ലംഘിച്ചാൽ നമ്മൾ നല്ലവരെ അല്ലാത്തവരെ മാറുന്നു. നമ്മൾ വിശുദ്ധമായതിനെ ലംഘിക്കുമ്പോൾ നമ്മൾ വിശുദ്ധമല്ലാത്തതേ മാറുന്നു. അതാണ് നമ്മൾ പാപികളായി മാറുന്നത്. ആർക്കാണ് സ്വർഗത്തിൽ പോകാൻ കഴിയുക? ദൈവത്തിൻ്റെ കൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാർക്കാണ് പോകാൻ കഴിയുക. പ്രിയമുള്ളവരെ, ആർക്കാണ് സ്വർഗത്തിൽ പോകാൻ കഴിയുക? ദൈവത്തിൻ്റെ കൽപ്പനയും യേശുവിലുള്ളതായ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാർക്കാണ് പോകാൻ കഴിയുക. അപ്പോൾ എന്താണ് വിശുദ്ധം? കൽപ്പന വിശുദ്ധം, അത് ന്യായവും നല്ലതും തന്നെ. നമ്മളത് ലംഘിക്കുമ്പോൾ നമ്മൾ ആരായി മാറുന്നു? വിശുദ്ധരല്ലാത്തവരായി മാറുന്നു. നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല. അപ്പോൾ കൽപ്പനാ ലംഘനം പാപമാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുന്നത്, എല്ലാ അനീതിയും പാപമാണെന്നാണ്. എല്ലാ അനീതിയും പാപമാണ്. ഓൾ അൺറൈച്ചസ്നെസ് ഇസ് സിൻ. എല്ലാ അനീതിയും പാപമാണെന്ന് ആ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ ചെയ്യുന്ന എല്ലാ അനീതിയും നമ്മുടെ സംസാരത്തിൽ, ചിന്തകളിൽ, പ്രവർത്തനത്തിൽ അതെല്ലാം പാപമാണ്. റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം പറയുകയാണ്, എന്താണ്? ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. അപ്പോൾ അനുസരണക്കേട് പാപമാണ്. അപ്പോൾ കൽപ്പനാലംഘനം പാപമാണ്, എല്ലാ അനീതിയും പാപമാണ്, അനുസരണക്കേട് പാപമാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 5-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? മത്സരം പാപമാണ്. അവർ പറയാണ്, ഞങ്ങൾ നിങ്ങളോട് മത്സരിച്ചു, ഞങ്ങൾ പാപം ചെയ്തു എന്ന്. അപ്പോൾ എന്തൊക്കെയാണ് പാപം? കൽപ്പനാ ലംഘനം പാപം, എല്ലാ അനീതിയും പാപം, അനുസരണക്കേട് പാപം, മത്സരം പാപം. ഈ അവസ്ഥയിലാണ്, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഇവിടെ നിന്നാണ് മനുഷ്യൻ എന്തുണ്ടാവേണ്ടത്? ഒരു മാനസാന്തരം ഉണ്ടാകേണ്ടത്. അതെങ്ങനെ സാധിക്കും? ദൈവമായി സഹകരിച്ചാൽ മാത്രമേ ഈ മാനസാന്തരം മനുഷ്യന് ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ദൈവമായി സഹകരിക്കേണ്ടത്? അതിന് ദൈവം എന്താണ് പദ്ധതി പ്ലാൻ ചെയ്തത്? അതാണ് യോഹന്നാൻ 3:16 പറയുന്നത്. എന്താണ്? ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ തൻ്റെ പാപകരമായ അവസ്ഥ, മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു, അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ നൽകി. എന്ത് ചെയ്തു? ദൈവം തൻ്റെ പുത്രനെ നൽകി. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നതാണ്, യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥയെ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല. കാരണം എന്താണ്? നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ആനയെ വീഴ്ത്തുവാൻ
ആനയ്ക്ക് ചതിക്കുഴി ഉണ്ടാക്കി വെക്കുന്നത് നമുക്കറിയാം. അങ്ങനെ ആ ചതിക്കുഴിയിൽ ആന എന്ത് ചെയ്യും? അന്ന് വീഴും. ആന വന്ന് വീണ് കഴിഞ്ഞാൽ ആന അതിൽ നിന്ന് കയറാൻ ഒരുപാട് ശ്രമം നടത്തും. പക്ഷേ ആനയ്ക്ക് കയറാൻ കഴിയത്തില്ല. എങ്ങനെയാണ് ഈ ആനയെ കരയ്ക്ക് കയറ്റുന്നത്? അതിന് വേറൊരു ആന വരണം. പക്ഷേ എങ്ങനത്തെ ആന വരണം? വീണ്ടും കുഴി കിടക്കുന്ന ആന വന്നാൽ വല്ല കാര്യമുണ്ടോ? വീണ്ടും കുഴി കിടക്കുന്ന ആന വന്നിട്ട് ഒരു കാര്യവുമില്ല. കുഴിയിൽ വീഴാത്ത, നമ്മൾ നാടൻ ഭാഷ പറയുന്നത് കുങ്കി ആന എന്നാണ്. എന്ന് വെച്ചാൽ ഈ കുഴിയിൽ വീണ ആനയെ കയറ്റുവാൻ അറിയാവുന്ന ആന. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്ത് കുഴിയിൽ വീണു പോയെങ്കിൽ ആ കുഴിയിൽ കിടക്കുന്ന മനുഷ്യനെ, ആ കുഴിയിൽ നിന്ന് പാപത്തിൽ കിടക്കുന്ന വേറൊരു മനുഷ്യന് കരകയറ്റാൻ കഴിയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ തന്നെ വരണം. ആനയെ കയറ്റാൻ ഒരു ആന തന്നെ വരേണ്ടതുപോലെ കുഴിയിൽ കിടക്കുന്ന മനുഷ്യനെ കരകയറ്റാൻ ഒരു മനുഷ്യൻ തന്നെ വരണം. പക്ഷേ ആ മനുഷ്യൻ ആരായിരിക്കണം? പാപം ചെയ്യാത്ത മനുഷ്യനായിരിക്കണം. അങ്ങനെ പാപം ചെയ്യാത്ത മനുഷ്യനായി വന്നതാണ് കർത്താവ് യേശുക്രിസ്തു. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ അതുകൊണ്ടാണ് മനുഷ്യനായി വന്നത്. എന്നിട്ട് പാപം ചെയ്യാത്ത മനുഷ്യനായി വന്ന് പാപം ചെയ്യാതെ ജീവിച്ച് പാപികൾക്കു വേണ്ടി പാപികളുടെ പാപമെല്ലാം തൻ്റെ ചുമലിൽ, തൻ്റെ ശിരസ്സുമേൽ വഹിച്ചുകൊണ്ട് ഒരു പാപിയായി മരിച്ചു, ഒരു പാപവും ചെയ്യാതെ നമ്മൾക്ക് വേണ്ടി. അങ്ങനെയാണ് ദൈവം നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനം നമ്മൾ വായിച്ചത് എന്താണ്? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. യെശയ്യാപ്രവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? 53-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ അവൻ്റെ അടിപ്പിണരുകൾ നമുക്ക് സൗഖ്യം വന്നു. നമ്മൾക്ക് വേണ്ടി അവൻ അടികൊണ്ടു, നമ്മൾക്ക് വേണ്ടി അവൻ മുറിവേറ്റു. ഇതെല്ലാം നമ്മൾ അവിടെ കാണുകയാണ്. കർത്താവ് യേശുക്രിസ്തു എന്തിനു വേണ്ടി? നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് വേണ്ടി നമ്മൾ വഹിക്കേണ്ട, നമ്മുടെ മേൽ ചുമത്തേണ്ട എല്ലാ ശിക്ഷയും വഹിച്ചു. അങ്ങനെ മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ ദൈവം പ്രവർത്തിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് എനിക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന് വിശ്വസിച്ചാൽ, അങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് സഹകരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് നമ്മൾ സഹകരിക്കുന്നത് ഈ ചെയ്ത പ്രവൃത്തികൾ മനസ്സിലാക്കുമ്പോൾ അതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മളങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമ്മളത് വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? പാപത്തിൽ നിന്ന് മാറാൻ കഴിയും, കരകയറാൻ കഴിയും. 1 പത്രോസ് 2-ാം അധ്യായം 22-ാമത്തെ വാക്യം പറയുന്നതാണ്, നമ്മുടെ പാപമെല്ലാം അവൻ ചുമന്നു എന്നാണ്. നമ്മുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ അവൻ ചുമന്നു. നമ്മൾക്ക് വേണ്ടിയുള്ളതായ പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു എന്ന് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാലും പറയുന്നത് എന്താണ്? ഏകൻ്റെ ലംഘനത്താൽ മരണം വന്നെങ്കിൽ ഏക നിമിത്തം എന്ത് ചെയ്തു? അവൻ്റെ അനുസരണത്താൽ എന്ത് സംഭവിച്ചു? ആ പാപത്തിന് മാറ്റം വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യൻ്റെ അവസ്ഥയെ നമ്മൾ കണ്ടു. എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ? അവൻ മരണത്തിന് മാത്രം യോഗ്യനായി മാറിയിരിക്കുന്നു. അവൻ പാപിയാണ്, ആരും നീതിമാനില്ല. അവൻ പാപത്തിന് മാത്രമാണ് അവൻ അർഹതയുള്ളത്. എന്നാൽ ആ അവസ്ഥയിൽ അവന് നിത്യത ലഭ്യമാവുകയില്ല. പിന്നെ അവൻ്റെ നല്ല പ്രവൃത്തി കൊണ്ട് വല്ലതും, അവൻ്റെ നീതി പ്രവൃത്തി കൊണ്ട് വല്ലതും അവന് സാധിക്കുമോ? ഇല്ല. പിന്നെ എന്തു വേണം? ദൈവം മനുഷ്യനായി വന്ന് അവൻ്റെ പാപങ്ങളെല്ലാം മാറ്റേണ്ടതുണ്ട്. അതിനായി ദൈവം ഒരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതിയാണ് വീണ്ടെടുപ്പിൻ പദ്ധതി എന്ന് നമ്മൾ പറയുന്നത്. ആ വീണ്ടെടുപ്പിൻ പദ്ധതിയിൽ പ്രകാരം എന്ത് ചെയ്തു? പാപം ചെയ്ത മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ പാപം ചെയ്യാത്ത ദൈവമായിരുന്ന ദൈവം മനുഷ്യൻ്റെ രൂപമെടുത്ത് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജീവിച്ച് മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം ചുമന്ന് അവനെ പാപത്തിൽ നിന്ന് മാറ്റി അവനെ മാനസാന്തരത്തിൽ നയിക്കുവാൻ അവൻ പദ്ധതി തയ്യാറാക്കി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പദ്ധതി എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് ഇവിടെ ഇനി മനുഷ്യൻ്റെ ഭാഗം എന്താണ്? ദൈവത്തിൻ്റെ ഭാഗം ദൈവം ചെയ്തു. എന്താണ് ദൈവം ചെയ്യേണ്ടിയിരുന്നത്? ദൈവം തൻ്റെ പുത്രനെ നൽകി. പുത്രൻ വന്നു, പാപമെല്ലാം ചുമന്നു, നമ്മുടെ പാപമെല്ലാം മാറ്റി. നമുക്ക് വേണ്ടി അവൻ അടികൊണ്ടു, നമുക്ക് വേണ്ടി അവൻ മുറിവേറ്റു. നമ്മുടെ പാപമെല്ലാം ചുമന്നുകൊണ്ട് ഇനി ആരും പാപികളല്ല. അനുസരണക്കേടിനാൽ പാപം സംഭവിച്ചെങ്കിൽ ഒരു അനുസരണത്താൽ പാപത്തിന് മാറ്റം വന്നു. അങ്ങനെ എല്ലാ പാപവും നീക്കപ്പെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം. നമ്മുടെ മനസ്സാക്ഷി നമ്മളെ കുറ്റം പറയുന്നുണ്ടോ? നമ്മൾ കുറ്റക്കാരനാണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? ഏറ്റുപറയണം. നമ്മളത് ഏറ്റുപറഞ്ഞാൽ നമ്മുടെ കുറ്റം മാറിപ്പോകും. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഒന്ന്, മനുഷ്യൻ്റെ ഭാഗമായി നമ്മൾ ദൈവം ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്കൊരു കുറ്റബോധമുണ്ടാകണം. നമ്മൾ പാപിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ആ പാപത്തെക്കുറിച്ച്
ഒരു 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 സോറോ ഫീൽ ചെയ്യണം. അയ്യോ അത് തെറ്റായിപ്പോയി എന്ന്. അതാണ് 51-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചാൽ അവിടെ കാണുന്നത്. ദാവീദ് പാപം ചെയ്തു എന്ന് തനിക്ക് ബോധം വന്നപ്പോൾ ദാവീദ് അതെല്ലാം ഏറ്റുപറയുകയാണ്. ദാവീദിനെ ശുദ്ധീകരിക്കണമേ എന്ന് ദാവീദ് ഏറ്റുപറയുകയാണ്. നമ്മളും അതേപോലെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണ്? തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല എന്നാണ്. അപ്പോൾ പാപഭാരത്താൽ തകർന്നിരിക്കുന്ന മനുഷ്യൻ അത് തിരിച്ചറിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യത്തില്ല? ആ അവസ്ഥയെ നിരസിക്കത്തില്ല. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം പറയുന്നത്, ഇസ്രയേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ അയച്ചു അല്ലെങ്കിൽ നിർത്തി എന്നാണ്. അപ്പോൾ ദൈവം എന്തു ചെയ്തു? ഇസ്രയേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം യേശുക്രിസ്തുവിനെ നമുക്ക് നൽകി. നമ്മൾ മാനസാന്തരപ്പെടണം, പശ്ചാത്തപിക്കണം. മാനസാന്തരത്തിന് വേണ്ടി ദൈവം യേശുവിനെ നൽകി. 1 യോഹന്നാൻ 1:9 പറയുന്നത്, നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, നമ്മുടെ കുറ്റം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സാക്ഷിയുടെ ആക്ഷേപത്തെ തിരിച്ചറിയണം. നമ്മൾ പശ്ചാത്തപിക്കണം. നമ്മൾ പാപം ഏറ്റുപറയണം. പാപത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. നമ്മൾ ആ പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നമുക്ക് മാനസാന്തരത്തിലേക്ക് നമ്മൾ പടികളായി കടന്നു പോവുകയാണ്. അങ്ങനെ ഓരോ പടികൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വരും. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം 19-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? അങ്ങനെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ, എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്തു നിന്ന് ആശ്വാസങ്ങൾ ലഭിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട ഭാഗം: 1 കുറ്റബോധം, 2 പശ്ചാത്താപം, 3 മാനസാന്തരം, 4 കർത്താവിൽ വിശ്വസിക്കുക, 5 പാപത്തെ ഉപേക്ഷിക്കുക, 6 മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വരിക. കർത്താവായി യേശുക്രിസ്തുവിനെ അംഗീകരിക്കുക. എൻ്റെ സ്വന്തം രക്ഷിതാവായി എനിക്ക് രക്ഷ നൽകുവാനായിട്ടാണ്. എനിക്ക് വ്യക്തിപരമായി എന്നെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് ഞാൻ കർത്താവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ പോകാമെങ്കിൽ അവിടെ നിക്കോദീമോസിനെ നമുക്ക് കാണാൻ കഴിയും. 3-ാമത്തെ അധ്യായത്തിൽ കർത്താവ് നിക്കോദീമോസിനോട് പറഞ്ഞത് വീണ്ടും ജനിക്കണമെന്നാണ്. നമ്മളും ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ആ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം നമുക്ക് പുറമേ കാണിക്കാനുള്ളത് എന്താണ്? നമ്മൾ വീണ്ടും ജനിച്ചു എന്ന് നമ്മൾ കാണിക്കുന്ന പ്രവർത്തനത്തിനാണ് സ്നാനം എന്ന് പറയുന്നത്. എന്താണത്? ബാപ്റ്റിസം ഈസ് ആൻ ഔട്ട്വേർഡ് സൈൻ ഓഫ് ആൻ ഇൻവേർഡ് എക്സ്പീരിയൻസ്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിലുണ്ടായതായ മാറ്റത്തിൻ്റെ ഒരു പ്രദർശനമാണ്, ഒരു പ്രകടനമാണ് സ്നാനം. അത് അങ്ങനെ നിക്കോദീമോസിനോട് കർത്താവ് പറഞ്ഞു, ആത്മാവിനാലും വെള്ളത്താലും വീണ്ടും ജനിക്കണം. നമ്മളങ്ങനെ പാപത്തെ ഏറ്റുപറഞ്ഞ് പാപത്തെ ഉപേക്ഷിച്ച് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജലത്തിൽ സ്നാനപ്പെട്ട് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ മാറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരണം. പ്രിയമുള്ളവരെ, 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം പറയുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. എന്തിനാലാണ്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും ജനിച്ചതിൻ്റെ ഒരനുഭവം, ആ ഒരനുഭവം എന്തായിരിക്കണം? നമ്മുടെ എക്സ്പീരിയൻസ് എന്തായിരിക്കണം? വാട്ട് എക്സ്പീരിയൻസ് ഫോളോ ദ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിൽ പുതുതായി ജനിച്ചതാണെങ്കിൽ ഇനി നമ്മുടെ അനുഭവം എന്തായിരിക്കണം? അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് എന്താണ്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു എന്നാണ്. പഴയതെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? കഴിഞ്ഞു പോയിരിക്കുന്നു. പഴയതെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 24-25 വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. ഒരു പുതിയ സൃഷ്ടിയായി നമ്മളിനി തുടർന്ന് ജീവിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ പാപത്തിന് അടിമകളല്ല. ഇനി പാപത്തെ നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നു. എങ്ങനെ തോൽപ്പിച്ചു? കർത്താവ് തോൽപ്പിച്ചത് നമ്മൾ വിശ്വസിച്ചത് നമ്മൾ ഏറ്റെടുക്കുന്നത് കൊണ്ട്. ഇനി നമ്മളിൽ ആര് വസിക്കണം? ക്രിസ്തു നമ്മളിൽ വസിക്കണം. ക്രൈസ്റ്റ്
നമ്മളിൽ വസിക്കണം. യേശുക്രിസ്തു നമ്മളിൽ വസിക്കണം. അങ്ങനെ വസിക്കുമ്പോൾ നമ്മൾ ജഡീക സ്വഭാവത്തിന് അടിമകളാകാതെ ആത്മീയ സ്വഭാവത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി. അതാണ് ഗലാത്യർക്ക് ലേഖനത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ഫിലിപ്പി ലേഖനത്തിൽ പറയുകയാണ്, എന്താണ്? ഓൾ തിങ്സ് ഐ ക്യാൻ ഡു വിത്ത് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ചെയ്യാൻ പറ്റും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. അപ്പോൾ യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെങ്കിൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. അതാണ് മാനസാന്തരത്തിൻ്റെ അനുഭവത്തെ, അല്ലെങ്കിൽ എനിക്കുണ്ടാകേണ്ടതായ തുടരനുഭവം. അപ്പം ഞാൻ മാനസാന്തരം പ്രാപിച്ച് അത് പ്രകടമാക്കി സ്നാനത്തിലൂടെ എന്നെ കാണുന്നവർ ആരെ കാണണം? ക്രിസ്തുവിനെ കാണണം. ഞാനല്ല ഇനി ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തു ജീവിക്കുകയാണ്. നോക്കിക്കേ, കർത്താവ് യേശു ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ എന്ത് കാണണം? ആരെ കാണണം? കർത്താവായ യേശു ക്രിസ്തുവിനെ കാണണം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു ഇന്നും എന്തു ചെയ്യും? നമ്മളുടെ നല്ല അഡ്വക്കേറ്റായി, നമ്മുടെ നല്ല ആശ്വാസദായകനായി, നമ്മുടെ വക്കീലായി നമുക്ക് വേണ്ടി നമ്മളെ കുറ്റം പറയുന്നവർക്ക് എതിരെ വാദിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട് എന്നത് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. നീതിമാനായ ക്രിസ്തു നമ്മൾ പാപം ചെയ്തിരിക്കാൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അപ്പോൾ വേദപുസ്തകം നിർവചിക്കുന്ന മാനസാന്തരം എന്ന് പറയുന്നത് ആദ്യം നമ്മളുടെ അവസ്ഥ തിരിച്ചറിയുക, അതിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കുറ്റബോധത്തോടെ ഒരു മനസാക്ഷിയുടെ ആക്ഷേപം മനസ്സിലാക്കി നമ്മൾ അത് ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്ത് മാനസാന്തരപ്പെട്ട് ജലത്താൽ ആത്മാവിനാൽ സ്നാനമേറ്റ് വീണ്ടും ജനിച്ച് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ട്, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നവരായി, നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്നവനായി ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നമ്മൾ പ്രകടമാക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു മാനസാന്തരത്തെ വേദപുസ്തകം നിർവചിക്കുന്നത് പ്രിയമുള്ളവരെ. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ ശമ്പളം, ആ പെനാൽറ്റി ഓഫ് ഡെത്ത് എല്ലാം പേ ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം മാറ്റിക്കഴിഞ്ഞു. ശിക്ഷയെല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു, അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ആ പാപത്തിൻ്റെ ശിക്ഷ, അല്ലെങ്കിൽ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം നമ്മുടെ മേലില്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമുക്ക് ഇനിയും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനിടയാകണം. മാനസാന്തരത്തിൽ ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതുവരെയും നിങ്ങൾ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളെ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ കാതുകളിൽ പതിച്ചെങ്കിൽ, ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ വിളിക്കുകയാണ് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാ പദ്ധതിയും ചെയ്തു കഴിഞ്ഞു. നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിന് വിട്ടുകൊടുക്കാതെ നിങ്ങളെ അതിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ദൈവം തന്നെ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞു. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങളത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമെങ്കിൽ ദൈവം നിങ്ങളെ വിളിക്കുന്നു ഒരു പുതിയ ജീവിതത്തിലേക്ക്. ആ പുതിയ ജീവിതം നിങ്ങൾ തനിച്ചല്ല ജീവിക്കുന്നത് പ്രിയമുള്ളവരെ, ക്രിസ്തുവാണ് ഇനി നിങ്ങൾ ജീവിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരുവാൻ ഇടയാകേണ്ടതുണ്ട്. അങ്ങനെ കടന്നു വരുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. ആ തീരുമാനമെടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി പറയുന്നു. ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം, യഥാർത്ഥ മാനസാന്തരം എന്താണെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുള്ള കർത്താവേ, വേദപുസ്തകം അനുശാസിക്കുന്ന മാനസാന്തരം മനസ്സിലാക്കുവാനും ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് വിശ്വസിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് പാപത്തിൻ്റെ ശമ്പളം ആകുന്ന മരണം ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ കർത്താവ് ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്നതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഞങ്ങളല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്നതുപോലെ ആ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ വരവിനായി ഞങ്ങളെല്ലാവരെയും ഒരുക്കണം. സകലതും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.